ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. എല്ലാവരും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് എന്താണ്? പണമാണോ? അതോ നമ്മുടെ പ്രശസ്തിയാണോ? നമ്മുടെ അധികാരമാണോ? നല്ല ആരോഗ്യമാണോ? അല്ല, നമ്മുടെ മാനസിക അവസ്ഥയാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. ഒരിക്കലും സന്തോഷം എന്നുള്ളത് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കാശ് കൊടുത്തു വാങ്ങാനോ പകർത്താനോ സാധിക്കുന്ന ഒന്നല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് സന്തോഷം എന്നുള്ളത്. നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ തലച്ചോറ്, മസ്തിഷ്കം യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കുകയും അങ്ങനെ യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴേ നമുക്ക് നല്ല കാര്യങ്ങൾ, പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ, വികസനാത്മകമായ പുരോഗമനാത്മകമായ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സാണ് നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ചിന്തകളെയും എല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സന്തോഷമുള്ള ഒരു ആരോഗ്യമുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സന്തോഷം ഉണ്ടാവാൻ ആദ്യം ചെയ്യേണ്ടത്. ഈ സന്തോഷം ഉണ്ടാവുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചതുപോലെ മസ്തിഷ്കം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുന്നു, നമുക്ക് നല്ലൊരു തെളിമയും പോസിറ്റീവ് മൈൻഡ് സെറ്റും കൈവരുന്നു, നമ്മുടെ ആരോഗ്യം നല്ല രീതിയിലാകുന്നു, നമ്മുടെ മുഖം പ്രസന്നമാകുന്നു. ഇങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ സന്തോഷം എന്ന ഒരു ഘടകം കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ജീവിതത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും? ഒന്നാമതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിലൂടെ, അതായത് നന്ദിയുള്ള മനോഭാവത്തിലൂടെ നമുക്ക് നമ്മുടെ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. അതായത് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദിയോടെ ഓർക്കുക. നമുക്ക് ആരെങ്കിലും സഹായങ്ങൾ ചെയ്താൽ, നന്മ ചെയ്താൽ അവർക്ക് നന്ദി പറയുക, അവരെ നന്ദിയോട് ഓർക്കുക. ഈ ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവത്തിലൂടെ നമുക്ക് സന്തോഷം വർദ്ധിപ്പിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് മറ്റുള്ളവരെ കുറിച്ചുള്ള താരതമ്യങ്ങൾ, അസൂയ, അങ്ങനത്തെ മോശമായ മാനസിക രോഗങ്ങൾ, മാനസിക വൈകല്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കുക. മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷത്തിന് കുറവ് വരും. അസൂയയുണ്ടായാൽ നമ്മുടെ മനസ്സിന് വിഷമം ഉണ്ടാകും, അപ്പോൾ നമ്മൾ സന്തോഷം കുറയും. അപ്പോൾ പ്രധാനമായും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ഒന്നാമതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവം, രണ്ടാമതായിട്ട് അനാവശ്യ ചിന്തകൾ, അസൂയ പോലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ, താരതമ്യം പോലുള്ള ചിന്തകൾ, ആലോചനകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് സന്തോഷം കണ്ടെത്താനുള്ള മാർഗങ്ങൾ. ഒരു കഥ പറയാം. ഒരു രാജാവ് തനിക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടി മന്ത്രിയോട് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു വസ്തു കൊണ്ടുവരാൻ പറഞ്ഞു. ആ മന്ത്രി രാജ്യമൊട്ടാകെ അന്വേഷിച്ചിട്ടും ഒന്നും കൊണ്ടുവരാതെ തിരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, സന്തോഷം എന്നുള്ളത് വസ്തുവിലല്ല, മനോഭാവത്തിലാണ്. നമ്മുടെ മനോഭാവം നന്നാവുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴും പോസിറ്റീവായിട്ട് ഇടപഴകുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ പോലും സന്തോഷമായ രീതിയിൽ കൊണ്ടു നടക്കുക. അതിലൂടെ നമുക്ക് ജീവിതം വിജയമുണ്ടാകും.